തീരദേശത്തെ സ്ത്രീകളുടെ ജീവിതം വളരെയേറെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനിയിലെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദർശനത്തിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട പൊന്നാനി നഗരസഭയിലെ 50-ാം വാർഡ് സ്വദേശിനി നൂർജഹാന് വനിതാ കമ്മീഷന്റെ ഇടപെടലിൽ തണലൊരുക്കും. മലപ്പുറം തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ തീരദേശ മേഖലയിൽ വനിതാ കമ്മീഷൻ നടത്തിയ ഗൃഹസന്ദർശനത്തിലാണ് അയൽവാസികളുടെ കാരുണ്യത്തിൽ കഴിഞ്ഞു വന്നിരുന്ന നൂർജഹാനെ കണ്ടെത്തിയത്. നൂർജഹാന്റെ സംരക്ഷണവും സുരക്ഷയും മുൻനിർത്തി തവനൂരിലെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി പൊന്നാനിയിലെ തീരപ്രദേശത്തെ സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൃഹസന്ദർശന പരിപാടിയും തുടർന്ന് എല്ലാ തലങ്ങളിലുമുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺവേർജൻസ് മീറ്റിങ്ങും ഇന്ന് ഒരു സെമിനാറും സംഘടിപ്പിക്കുന്നതിന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. തീരദേശത്തെ സ്ത്രീകളുടെ ജീവിതം വളരെയേറെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനിയിലെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദർശനത്തിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. നഗരസഭ വനിതാ ശിശു വികസന ഓഫീസ് അധികൃതരുമായി ബന്ധപ്പെട്ട് ഇവരെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്നതോടെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവർക്ക് ലഭ്യമാക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മേയാത്ത പുരകൾക്കകത്ത് വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ്. വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് അവർ കഴിയുന്നത്. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ്. വിവാഹിതയായതിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കാണുന്നത്. പൊന്നാനി നഗരസഭാ പരിധിയിൽ വൃദ്ധസദനവും പകൽ വീടുകളും ആരംഭിക്കുന്നതിന് വനിതാ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകും. തീരദേശത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. സങ്കീർണമായ ജീവിത സാഹചര്യമാണ് തീരദേശത്തെ സ്ത്രീകളുടേത്. വിവാഹത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ്. ഇക്കാര്യത്തിൽ പൊന്നാനി നഗരസഭയും ബന്ധപ്പെട്ട വകുപ്പുകളും നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. തീരദേശത്തെ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി എടുക്കാനുള്ള അടിയന്തിരമായ ഇടപെടൽ അനിവാര്യമാണ്. തീരദേശത്ത് അസുഖബാധിതരായവർ, ശയ്യാവലംബരായവർ തുടങ്ങിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. തീർച്ചയായും മുനിസിപ്പൽ അധികൃതരും അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രൂപത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. തീരദേശത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതാവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ് എന്നാണ് കാണുന്നത്. മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. പാലിയേറ്റീവ് പ്രവർത്തനം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. കിടപ്പുരോഗികളും അതിതീവ്ര ഭിന്നശേഷിക്കാരുമുള്ള വീടുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അടിയന്തിരമായി വേണം. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ഈ പ്രദേശത്ത് കൂടുതലായുണ്ട്. അവരുടെ മാനസികാരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നഗരസഭ അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരു അമ്മയെ 65 വയസ്സായിട്ടുള്ള ഒരു അമ്മ വർഷങ്ങളായി ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവർ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് വർഷങ്ങളായിട്ട് കഴിയുകയാണ്. ശാരീരികമായിട്ടുള്ള വളരെയേറെ അവശതകളുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള പരിചരണം ലഭ്യമാകുന്നതിന് സഹായകമായിട്ടുള്ള രൂപത്തിൽ തവനൂരിൽ വൃദ്ധരായിട്ടുള്ള സ്ത്രീകളെ പരിപാലിക്കുന്ന കേന്ദ്രമുണ്ട്. പക്ഷേ അവർക്ക് വർഷങ്ങളായിട്ട് അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിട്ട് ഈ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിട്ടില്ല. ഇവിടെ കൂടെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കുടുംബമാണെങ്കിൽ അവരും വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലാണുള്ളത്. തീർച്ചയായും മുനിസിപ്പൽ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ വനിതാ ശിശു വികസന ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പരിരക്ഷിക്കുന്നതിന്
ഇതിനാവശ്യമായിട്ടുള്ളൊരു തീരുമാനം വനിതാ കമ്മീഷൻ കൈക്കൊള്ളും. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ച നൂർജഹാൻ സഹോദരന്റെ തണലിലാണ് കഴിഞ്ഞിരുന്നത്. സഹോദരന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട ഇവരുടെ ജീവിതം അയൽവാസികളുടെ കാരുണ്യത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഭക്ഷണവും താമസവും അയൽവാസികളുടെ കനിവിലാണ്. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി, പൊന്നാനി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഊപ്പാല, നഗരസഭാ കൗൺസിലർ K ഷാഫി, പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, റിസർച്ച് ഓഫീസർ AR അർച്ചന, വനിതാ സംരക്ഷണ ഓഫീസർ TM ശ്രുതി തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. തവനൂരിൽ ആവശ്യമായിട്ടുള്ള പരിചരണം ലഭ്യമാക്കി കൊടുക്കാൻ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനം ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ്. തീരദേശത്ത് ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ ഒക്കെ വളരെ കൂടുതലാണ് എന്നാണ് കാണുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായും പൊന്നാനി മുനിസിപ്പൽ അധികൃതർ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ഈ തീരദേശത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള നല്ല പരിശോധന നടത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. മേഡം, ഈ വൃദ്ധസദനം ഈ പൊന്നാനിയിലില്ലാത്ത വലിയൊരു വിഷയം നേരിടുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ തവനൂരിലേക്ക് മാറിപ്പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നു. അത് മാത്രമല്ല, തവനൂർ ചില ആളുകളെ സ്വീകരിക്കാനും വളരെ പ്രയാസം നേരിടുന്നുണ്ട്. പൊന്നാനി ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ വനിതാ കമ്മീഷൻ ഇടപെടൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ പൊന്നാനി പ്രദേശത്ത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഇത്തരത്തിലുള്ളൊരു കേന്ദ്രം തുടങ്ങുന്നത് ഉചിതമായിരിക്കും. ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് സർക്കാരിനൊരു ശുപാർശ സമർപ്പിക്കും.